ഹലോ, അസ്സലാം വലൈക്കും. നമുക്ക് അറബിക്കിൻ്റെ SLC പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാനുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഏറ്റവും ഈസി ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം എന്താ പറയുക, ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നമ്മൾ ആരോടാണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ മതി. ലോകത്ത് ആരുമായി ഇൻ്റർവ്യൂ നടത്തും. അപ്പോൾ നമുക്ക് വലിയൊരു ഫുട്ബോൾ താരത്തെ ഇൻ്റർവ്യൂ നടത്തണം. അപ്പോൾ നമ്മളെന്താ മലയാളത്തിൽ ചോദിക്കുകയാണെങ്കിൽ താങ്കളുടെ പേരെന്താണ്, ഇങ്ങനെ ഈ വേർഡ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക. ഒരു മന്ത്രിയാണെങ്കിലോ താങ്കളുടെ പേരെന്താ, അല്ലേ? അല്ലെങ്കിൽ വേറൊരു സിനിമാ താരം, താങ്കളുടെ പേരെന്താ. ഈ സെയിം വേർഡാണ് എല്ലാവരോടും ചോദിക്കേണ്ടത്. അതേപോലത്തെ അറബിയിലും ഒരൊറ്റ സെയിം ക്വസ്റ്റ്യൻ പഠിച്ചു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ തന്നെ ആരോട് ഇൻ്റർവ്യൂ നടത്താൻ വേണ്ടി ചോദ്യം വന്നാലും ആ സെയിം ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. പിന്നെ മാറ്റം എന്തിനേ ഉള്ളൂ, സ്ത്രീ പിന്നെ പുരുഷനോട് ചോദിക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം, സ്ത്രീയോട് ചോദിക്കുമ്പോൾ ചെറിയൊരു മാറ്റം, അത് ശ്രദ്ധിച്ചാൽ മതി. നോക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇന്നിങ്ങനെ ഒരു തരും, ക്വസ്റ്റ്യൻ തരും. ഇവിടെ അൽ വസീർ തർബിയ താലീം, അല്ലേ, ശിവൻകുട്ടി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനനായ വിദ്യാഭ്യാസ മന്ത്രിയുമായി നിങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അൻത തുരിത് മുക്കാബല എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻ്റർവ്യൂ, അല്ലേ? ഇത് ഇസ്തിബിയാനൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനെയർ. ഇൻ്റർവ്യൂവിന് ക്വസ്റ്റ്യനെയറിന് ചോദ്യാവലിക്കാണ് എന്ത് പറയുക, ഇസ്തിബിയാനൻ. ബിൻ മുസ്താദത്ത് നിക്കാദ് താലിയ, താഴെ കൊടുത്ത പോയിന്റ്സിനെ സഹായത്തോടു കൂടി. ഓക്കെ, ഇവിടെ 4 പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്ത പോയിന്റ്സും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പ്രധാനപ്പെട്ട കോമൺ ആയി ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ അൽ വിലാദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ജനനം, ബർത്ത്, ജനനാണ്. ജനനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഏറ്റവും സിമ്പിളായി എന്ത് ചോദിക്കാം, ഐന എവിടെയാണ്, അല്ലേ? ഐന ദറസ്ത എന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. ഇത് ലേഡി ആണെങ്കിലോ ഐന ദറസ്തി എന്നാക്കാം. കണ്ടോ, ഈ ക്വസ്റ്റ്യന് അൽ വിലാദത്ത് എന്നുള്ള ഹിൻസ് നിങ്ങൾക്ക് ആരുമായി ഇൻ്റർവ്യൂ നടത്താനുള്ള ചോദ്യം വന്ന് ഈ വിലാദത്ത് കണ്ടാലും ഈ സെയിം ക്വസ്റ്റ്യങ്ങൾ എഴുതിയാൽ മതി. വേറെ ഒരു മാറ്റവും വരുത്തണ്ട. ആളെ പേരും കൂടി എഴുതണ്ട. അത് ആണാണെങ്കിൽ ഐന ദറസ്ത, സ്ത്രീ ലേഡി ആണെങ്കിലോ ഐന ദറസ്തി. ഇനി ഇവിടെ വേറെയും ചോദിക്കട്ടോ, മത്താ ദറസ്തി, നിങ്ങൾ എപ്പോഴാണ് ജനിച്ചത്, ഏത് വർഷമാണ് ജനിച്ചത്, അല്ലേ? അയ്യു മുക്കാത്തിന്, ഏത് ജില്ലയിലാണ് ദറസ്ത അങ്ങനെ ജനിച്ചത്. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതൊക്കെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ, അതിന് നോട്ടുകളൊക്കെ നമ്മൾ തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഷോർട്ടാക്കിയിട്ടുള്ളത് പറയാം. ഇനിയോ അൽ ഉസ്രത്ത്, രണ്ടാമത്തെ ഉസ്ര എന്ന് പറഞ്ഞാൽ ഫാമിലി, കുടുംബം. അപ്പോൾ സിമ്പിൾ എന്ത് ചോദിക്കാം, ഐന എവിടെയാണ്, ഐന തഈഷു താമസിക്കുന്നത്, ഐന തഈഷു ഉസ്രത്തിക, താങ്കളുടെ ഫാമിലി എവിടെയാണ് താമസിക്കുന്നത്, അല്ലേ? ഐന തഈഷു ഉസ്രത്തിക, താങ്കളുടെ ഫാമിലി എവിടെയാണ് താമസിക്കുന്നത്. ഉണ്ടോ, സിമ്പിളായി ചോദിക്കാം. ക്ലിയർ ആയല്ലോ. ഇനി മൂന്നാമത്തെ ഒരു പോയിൻ്റാണ് അദ്ദിറാസത്ത്, പഠനം, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചോദിക്കാം, ഐന, ഞാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ള എഴുതുന്നുള്ളൂ. പിന്നെ ക്വസ്റ്റ്യൻ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല നല്ല ക്വസ്റ്റ്യൻസ് പിന്നെ ഉണ്ടാക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ഐന ദറസ്ത, താങ്കൾ എവിടെയാണ് പഠിച്ചത്, ഐന ദറസ്ത, താങ്കൾ എവിടെയാണ് പഠിച്ചത്. സ്ത്രീ ആണെങ്കിലോ ഐന ദറസ്തി. ഇവിടെ ഉസ്രത്തുക്ക ആണാണ്, എന്നോട് പെണ്ണാണെങ്കിലോ ഉസ്രത്തുക്കി എന്ന് ചോദിക്കട്ടോ. 3 പോയിന്റ് ആയല്ലോ. ജവായിസ് എന്ന അവാർഡുകൾ. ഓക്കെ, ജവായിസ് എന്ന് പറഞ്ഞാൽ അവാർഡുകൾ. അപ്പോൾ അവിടെ എന്ത് ചോദിക്കാം നമുക്ക്, മാഹിയ ഏതൊക്കെയാണ്, മാഹിയ ജവായിസുക്ക, ജവായിസുക്ക, നിങ്ങളുടെ അവാർഡുകൾ ഏതൊക്കെയാണ്. കേട്ടോ, മാഹിയ ഏതൊക്കെയാണ്, മാഹിയ ജവായിസുക്ക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട എന്താണെന്നല്ലോ, ഇതല്ലാത്തത് വരും. ഇതിപ്പോൾ ഞാൻ ഏറ്റവും സിമ്പിളായി കോമൺ ആയിട്ടുള്ള ഇതിന് എങ്ങനെ ചോദ്യങ്ങൾ വരാമെന്നാണ്. ഈ ചിലപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തുണ്ടാവും, ചില ഹിൻസുകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്താണ് ഈ പോയിന്റ് എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് മീനിങ് അറിയാത്തൊരു പോയിന്റ് വന്നാൽ അത് വെച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാം. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത വാക്കാണത് അത്തഹദിയാത്ത്. കേട്ടോ, വെല്ലുവിളികൾ എന്നാണ് അർത്ഥം. തഹദിയാത്ത്, വെല്ലുവിളികൾ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഒരു കുട്ടിക്ക് ഇതിന് മീനിങ് അറിയില്ല. അങ്ങനെ മീനിങ് അറിയാത്ത എന്തെങ്കിലും വന്നാൽ പിന്നെ നിങ്ങൾ എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാന്ന് ഞാൻ പറയാൻ പോകണ്ട. തഹദിയാത്തിന് നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്യാം. മാഹിയ തഹദിയാത്തുക്ക, നിങ്ങളുടെ വെല്ലുവിളി എന്താണെന്നുള്ളത് ഈ മാഹിയ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. അതെല്ലാം എങ്കിൽ നിങ്ങൾക്ക് അറിയാത്തപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് അറിയാത്തൊരു പോയിന്റ് ഉണ്ടെങ്കിൽ അഖ്ബിർനി അൻ എന്ന് പറഞ്ഞാണ്ട് നിങ്ങൾ ആ പോയിന്റ് എഴുതാം.
ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. എക്സാമ്പിൾ അഖ്ബിർനി അൻ അത്തഹദിയാത്ത്, വെല്ലുവിളികളെ കുറിച്ച് എന്നോട് പറയുമോ, ഷെയർ ചെയ്യുമോ ഉണ്ടോ. ഇതിൽ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. തക്കല്ലമി, നിങ്ങൾ ഈ ഒരു വാക്ക് പഠിച്ചാൽ മതി. തക്കല്ലമി എന്നോട് ഷെയർ ചെയ്യുമോ എന്നർത്ഥം. തക്കല്ലമി എന്നോട് ഷെയർ ചെയ്യുമോ. ആൻ എബൌട്ട് ആൻ ഡാഷ്. അപ്പോൾ നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ഹിൻസ് ഇവിടെ ഒന്ന് വിചാരിച്ചോളി. ആ ഹിൻസ് ഇവിടെ കൊടുന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അപ്പം നിങ്ങൾ ടീച്ചേഴ്സിനെ സംബന്ധിച്ചോളം അടിപൊളി ക്വസ്റ്റ്യനാണ് തക്കല്ലമി അൻ അഖ്ബിർനി അൻ. സാധാരണ അയിന മത്ത എന്നൊക്കെ ഒഴിവാക്കിയിട്ട് അടിപൊളി ക്വസ്റ്റ്യൻ ആണല്ലോ അല്ലേ. തക്കല്ലമി അനിൽ ജവായിസ്, അവാർഡുകളെ കുറിച്ച് പറയുമോ. തക്കല്ലമി അനിൽ ഉസ്ര, ഫാമിലിനെ കുറിച്ച് ഷെയർ ചെയ്യുമോ. തക്കല്ലമി അനിൽ വിലാദ, നിങ്ങളുടെ ജനനത്തെക്കുറിച്ച് ഷെയർ ചെയ്യുമോ ഉണ്ടോ. ഇങ്ങനെ അടിപൊളി ക്വസ്റ്റ്യൻസ് വായിന്നാലോ മീനിങ് അറിയാത്തൊരു കുട്ടിക്കും സൂപ്പർ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. പഠിച്ചു വെക്കേണ്ട എന്താണ്, അഖ്ബിർനി അൻ അല്ലെങ്കിൽ തക്കല്ലമി അൻ എന്ന് വാക്ക് പഠിച്ചു വെച്ചാൽ ഇൻ്റർവ്യൂവിൽ ഓരോ ഹിൻസ് എടുത്തിട്ട് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേ സാധനം റിപ്പീറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഒരിക്കലും ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ പാടില്ല, മിസ്സാക്കാൻ പാടില്ല. ഫുൾ മാർക്ക് സ്കോർ ചെയ്യണം. നമ്മുടെ 6 ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ നമുക്ക് 12 ചോദ്യം ഉണ്ടാക്കാം. ആ ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഉയരണം. അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് വാങ്ങാം കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.